നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ ഇടതു മുന്നണിയിലെ രണ്ടാം ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന് അർഹമായ സ്ഥാനമോ പരിഗണനയോ നൽകിയില്ലെന്നാണ് പാർട്ടിക്കുള്ളിൽ വികാരം. പാർട്ടി അണികളും നേതാക്കളാണ് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം പ്രചരിപ്പിക്കുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ സമർപ്പണം CPM BJP പരിപാടിയായി മാറി എന്നാണ് പൊതു വിമർശനം. കോൺഗ്രസ് വിട്ടുനിന്നതോടെ ഫലത്തിൽ ഇത് CPM ഹൈജാക്ക് ചെയ്യുകയായിരുന്നു എന്നാണ് വികാരം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി ബജറ്റിൽ ആദ്യമായി പണം നീക്കിവെച്ച KM മാണിയെയും മറന്നു എന്നതാണ് പാർട്ടിയുടെ പൊതുവികാരം. KM മാണിയെ സ്മരിക്കുന്ന ഒന്നും വിഴിഞ്ഞത്തിന്റെ ഭാഗമായി ചെയ്തിട്ടില്ല. KM മാണിയുടെ ബഡ്ജറ്റ് പ്രസംഗം കേരള കോൺഗ്രസ് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഴിഞ്ഞം ഇടതു മുന്നണി ഇടത് സർക്കാർ നേട്ടമായി അവതരിപ്പിക്കുമ്പോൾ കേരള കോൺഗ്രസ് മന്ത്രിയോ പാർട്ടി ചെയർമാനും രാജ്യസഭാ MP-യുമായ ജോസ് കെ മാണിയെയോ വേദിയിലേക്ക് ക്ഷണിച്ചില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ CPM-ന്റെ 3 മന്ത്രിസഭാ അംഗങ്ങളും 2 MP-മാരും വേദിയിലുണ്ടായിരുന്നു. കൂടാതെ സ്ഥലം MP-യായ ശശി തരൂരും ഘടകകക്ഷിയായ CPI പ്രതിനിധിയും വേദിയിൽ പ്രധാനമന്ത്രിക്ക് ഒപ്പം എത്തിയപ്പോൾ കേരള കോൺഗ്രസ് മന്ത്രി റോഷി അഗസ്റ്റിനെയോ ജോസ് കെ മാണിയെയോ പങ്കെടുപ്പിച്ചില്ല. സംസ്ഥാന മന്ത്രിമാരായ VN വാസവൻ, സജി ചെറിയാൻ, GR അനിൽ, MP-മാരായ AA റഹീം, ജോൺ ബ്രിട്ടാസ്, മേയർ ആര്യ രാജേന്ദ്രൻ, അദാനി പോർട്ട് MD കരൺ അദാനി എന്നിവരും വേദിയിലുണ്ടായിരുന്നു. റഹീമും ജോൺ ബ്രിട്ടാസും രാജ്യസഭാ MP-മാരാണ്. CPM-ലെ കേരളത്തിലെ ഏക ലോകസഭാ MP-യും മുൻ ദേവസ്വം മന്ത്രിയുമായ രാധാകൃഷ്ണനെ ഒഴിവാക്കുകയും ചെയ്തു. 2 രാജ്യസഭാ MP-മാരെ CPM വേദിയിലിരുത്തിയപ്പോൾ ഘടകകക്ഷിയിലെ ഏക രാജ്യസഭാ MP-യെ തഴഞ്ഞതാണ് അണികളെ രോഷം കൊള്ളിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ജോസ് കെ മാണിയുടെ പരാജയത്തിൽ തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗം സംശയിക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം. കോട്ടയം ജില്ലാക്കാരനും തുറമുഖ മന്ത്രിയുമായ VN വാസവൻ ചടങ്ങിലെ മുഖ്യ ആകർഷണമായി. CPM കോട്ടയം ജില്ലാ ഘടകമോ നേതാക്കളോ കേരള കോൺഗ്രസ് എമ്മിനെ ഘടകകക്ഷി എന്ന നിലയിൽ പരിഗണിച്ചില്ലെന്ന അഭിപ്രായവും പാർട്ടിയിലുണ്ട്. ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വരെ വിളിച്ച ഉദ്ഘാടന വേള കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രതിഫലനമായി മാറുകയായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ മുഖം നഷ്ടപ്പെട്ട അവഗണനയായി അണികൾ വിഴിഞ്ഞത്തെ കാണുന്നു. അതേസമയം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേളയിൽ കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് അധ്യക്ഷൻ സിറിയക് ചായിക്കാടിന്റെ നേതൃത്വത്തിൽ തീരദേശവാസികളുടെ കടലാവകാശത്തിനായി ജാഥ നയിക്കുന്നത് പ്രതീകാത്മക പ്രതിഷേധമായും വ്യാഖ്യാനിക്കുന്നുണ്ട്. ജാഥ കാസർഗോഡ് ഫ്ലാഗ് ഓഫ് ചെയ്തത് ജോസ് കെ മാണി MP-യാണ്. നമസ്കാരം.